ഇത് എൻ്റെ കയ്യിലിരിക്കുന്ന സംഭവം കണ്ടോ? ഇതിനെ പറയുന്നത് ഞങ്ങൾ പൂക്കുത്തെന്നാണ്. കവരത്തി ദ്വീപിൽ, ലക്ഷദ്വീപിലെ പല സ്ഥലങ്ങളിലും പല പേരിൽ ഇത് അറിയപ്പെടുന്നുണ്ട്. ഇലമടക്കെന്നും അങ്ങനെ പല പല പേരിലുമുണ്ട്. ഓരോരോ ദ്വീപുകാരും ഈ വീഡിയോയുടെ താഴെ വന്നിട്ട് അവരുടെ ദ്വീപിൽ ഇതിൻ്റെ പേര് കമൻ്റ് ഇടും. ഇത് നമ്മുടെ കേരളത്തിലും ഈ ഒരു വിഭവം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പേര് കേരളത്തിൽ എന്താണെന്ന് പറയാം. അപ്പോൾ ഈ ഇലമടക്ക് നമ്മളെ ഇന്നത്തെ നോമ്പിന് സ്പെഷ്യൽ ആണ്. അപ്പോൾ ഇത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കാണണ്ടേ? അപ്പോൾ കണ്ടാലോ. നിങ്ങൾ ഈ ദ്വീപുണ്ടെന്നൊക്കെ കേട്ടില്ലേ? സെയിം അതിൻ്റെ അതേ ചേരുവ തന്നെയാണ് നമ്മൾ ഇതിനകത്ത് വെക്കാൻ പോകുന്ന ഫില്ലിങ്ങിനുള്ളത്. അതിനാദ്യം വേണ്ടത് നമ്മളെ തേങ്ങയാണ്. തേങ്ങ സാധാരണഗതിയിലാണെങ്കിൽ നമ്മൾ തേങ്ങ ചിരവിയെടുക്കും. ഇത് നമ്മൾ പെട്ടെന്ന് ചെയ്യാൻ വേണ്ടി തേങ്ങ മൊത്തം കഷ്ണമാക്കി മുറിച്ചതിന് ശേഷം നേരെ കൊണ്ട് മിക്സിയിലിട്ടിട്ട് ഇതുപോലെ തേങ്ങ ചിരവ് കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങൾ പറയുന്നത് ഫീര എന്നാണ്. ആ ഫീരയിലേക്ക് ഞങ്ങളുടെ ലക്ഷദ്വീപിലെ തനതായിട്ടുള്ള നാടൻ ശർക്കര എന്ന് പറയുമ്പോൾ നമ്മുടെ കേരളത്തിൽ കിട്ടുന്ന ശർക്കരയുമായിട്ട് ഭയങ്കര വ്യത്യാസമുണ്ട്. തെങ്ങിൻ കള്ള്, ഇവിടെ പറയുന്നത് മീര കൊണ്ടാണ് ഈ ശർക്കര ഉണ്ടാക്കുന്നത്. നല്ല ടേസ്റ്റാണ്. ആ ശർക്കര ഇതിലേക്ക് മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് പഞ്ചസാര ഇടുക. അതിനുശേഷം നമ്മൾ കുറച്ച് ഏല എടുത്തിട്ട് പഞ്ചസാര മിക്സ് ചെയ്തിട്ട് പൊടിച്ചെടുക്കുക. ആ പൊടിച്ചെടുത്തത് മിശ്രകം ഇതിലേക്ക് വീണ്ടും മിക്സ് ചെയ്യുക. ഈ ഫീരയിലേക്ക് മിക്സ് ചെയ്യുക. ഈ മിക്സ് ചെയ്ത ഫീര എടുത്തിട്ട് ഡയറക്റ്റ് നമ്മളിനി ഒരു ചെമ്പിൽ എടുത്തിട്ട് അതിനെ നല്ലവണ്ണം ഇളക്കാൻ പോവുകയാണ്. കുറച്ച് നേരം ഇളക്കുമ്പോഴത്തേക്ക് ഒരു ബ്രൗണിഷ് കളറാവും. ഈ ബ്രൗണിഷ് കളറാകുമ്പോഴത്തേക്കും ഏകദേശം നമ്മൾ നേരത്തെ പറഞ്ഞ അലുവ, ലക്ഷദ്വീപിൻ്റെ അലുവ ഇതുപോലെ തന്നെയാണ് ഉണ്ടാക്കുന്നത്. ഇതേ തരത്തിൽ തന്നെ ഉണ്ടാക്കത്തില്ല. ചുരുട്ടിയെടുക്കുമ്പോൾ അലുവയായി. പക്ഷേ ഇതേ സംഭവം തന്നെ നമ്മൾ എടുത്തിട്ട് ഫില്ലിങ്ങിന് വേണ്ടി റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. ഫില്ലിങ് റെഡിയാണ്. ഇനി നമുക്ക് ഇതിൻ്റെ പുറം ചട്ടിയാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ കാണിച്ച പോലെ ലക്ഷദ്വീപിലെ നാടൻ പത്തിരി ഉണ്ടാക്കുന്നത്. അതേ രീതിയിൽ തന്നെ പത്തിരി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ആ ഒരു സംഭവം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി കാണാം. അതെടുത്തിട്ട് ഈ ഒരു ഇലയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഈ ഇല എന്താണെന്ന് അറിയാം, കഴുകി വൃത്തിയാക്കി കെട്ടി വെച്ചിരിക്കുന്ന കാണ്ടലത്തിൻ്റെ ഇല. ഇവിടെ അങ്ങനെയാണ് ഇതിൻ്റെ പേര്. നിങ്ങൾ എന്താണ് പറയുന്നതെന്നുള്ളത് അറിയാം. ഇവിടെ കാണ്ടലത്തിൻ്റെ ഇലയാണ്. പത്തിരിക്ക് ഉപയോഗിച്ച ഇലേനെ ഉപേക്ഷിച്ച് നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്നത് ഈ ഒരു ഇലയാണ്. ഈ ഇലയ്ക്ക് ഇതുപോലെ കൈ കൊണ്ട് പരത്തിയെടുത്തതിന് ശേഷം അതിലേക്ക് നമ്മളുടെ ഈ ഒരു മിക്സ്ചർ ഇട്ട് മടക്കി സൈഡൊക്കെ വൃത്തിയാക്കിയതിന് ശേഷം നേരെ കൊണ്ട് നമ്മൾ ഇഡ്ഡലി ചെമ്പിൽ വെച്ചിട്ട് നല്ലവണ്ണം പുഴുങ്ങിയെടുത്ത് ഏകദേശം ഒരു അരമണിക്കൂർ കഴിയുമ്പോഴത്തേക്കിന് നല്ലൊരു സ്മെല്ല് വരും. ഈ സ്മെല്ല് വരുമ്പോൾ നമ്മളത് തുറന്ന് നോക്കുമ്പോഴത്തേക്കിന് സംഭവം റെഡിയാണ്. സോ നമ്മുടെ പൂക്കുത്ത് റെഡി.